ഓരോ ഫയലും ഓരോ തുടിക്കുന്ന ജീവിതമാണെന്നും അതിനെ ജീവിപ്പിക്കണോ അതിനെ മരിപ്പിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നും പറഞ്ഞ് കയ്യടി നേടിക്കൊണ്ടാണ് പിണറായി ഒന്നാം ഘട്ട ഭരണം തുടങ്ങിയത്. പിന്നീട് പലവട്ടവും അതേ ഡയലോഗ് ആവർത്തിച്ച് പൊതുജനങ്ങളെ സുഖിപ്പിച്ച് കളം പിടിച്ച പിണറായി സഖാവ് ഇപ്പോൾ മലക്കം മറിയലുകളുടെ രാജാവായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പല അവസ്ഥാ രൂപാന്തരങ്ങൾക്ക് ഒടുവിൽ പരാതി പരിഹരിക്കാൻ അല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് 1.5 കോടിയുടെ ബെൻസ് ബസ്സിൽ നവകേരള യാത്ര തുടങ്ങുമ്പോൾ തള്ളിമറിച്ചത് ജനങ്ങളുടെ പരാതിയെല്ലാം അടപടലം പരിഹരിക്കുവാനുള്ള യാത്രയാണ് ഇത് എന്നായിരുന്നു. ഏതാനും മണ്ഡലങ്ങൾ താണ്ടി യാത്ര മുന്നോട്ട് നീങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ സ്പോട്ടിൽ പരാതികൾക്ക് പരിഹാരം വരുത്തുന്നത് അത്ര എളുപ്പം നടക്കില്ലെന്ന് പിണറായിക്കും സംഘത്തിനും ബോധ്യപ്പെട്ടു. അപ്പോൾ പരാതി പരിഹരിക്കാനല്ല, മറിച്ച് പരാതികൾ സ്വീകരിക്കാൻ മാത്രമാണെന്നായി സഖാവിന്റെ ഭാഷ്യം. നവകേരള ശകടം വീണ്ടും ഉരുണ്ടപ്പോൾ കാര്യങ്ങൾ പിന്നെയും മാറിമറിഞ്ഞു. പരാതി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്വീകരിക്കത്തില്ല എന്നും ഉദ്യോഗസ്ഥന്മാരായിരിക്കും പരാതി സ്വീകരിക്കുകയെന്നും ക്യാപ്റ്റൻ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്നൊന്നും പരിഹാരം ഉണ്ടാകത്തില്ലെന്നും അവർ പരിശോധിച്ച ശേഷമേ പരിഹാരം ഉണ്ടാകൂ എന്നുമായി വിശദീകരണം. എന്നാൽ ബസ് പാലായിലെത്തിയപ്പോൾ കാര്യങ്ങൾ അടപടലം കീഴ്മേൽ മറിഞ്ഞു. പാലാ സ്റ്റേഡിയത്തിൽ നടന്ന നവകേരള ചടങ്ങിൽ വെച്ച് പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ഉദ്ദേശമെന്നും ഈ യാത്ര തന്നെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനങ്ങളോട് സംസാരിക്കാനാണെന്നും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭരണത്തിന്റെ അനിതര സാധാരണമായ മികവ് കൊണ്ട് കടമെടുത്ത് കേരളം കുത്തുവാള എടുത്തു എന്ന് ജനത്തെ അറിയിക്കാനാണ് ചുരുക്കി പറഞ്ഞാൽ ഈ യാത്ര. അതിനാൽ കേരളത്തിലെ ആവലാതിക്കാരന്മാരൊന്നും ഇനി പരാതിയുമായി മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ കാണാൻ നവകേരള സദസ്സ് കൂടുന്ന വേദിയുടെയോ സദസ്സിൻ്റെയോ അടുത്തെങ്ങും എത്തേണ്ടതില്ലെന്ന് ചുരുക്കം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും സ്കൂളുകളുടെ മതില് പൊളിച്ചപ്പോഴും സ്കൂൾ കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തിയപ്പോഴും സ്കൂളുകൾക്ക് അവധി കൊടുത്തപ്പോഴും നാട്ടുകാരുടെ മരം മുറിച്ചപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴും ജനങ്ങളെ നിർബന്ധിച്ച് ഭക്ഷണ കലാപരിപാടികൾ സ്പോൺസർ ചെയ്യിപ്പിച്ചപ്പോഴും റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ചപ്പോഴും കേരളത്തിലെ ജനങ്ങൾ കരുതിയത് ഇതൊക്കെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണെന്നാണ്. അതുണ്ടാവില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് കേന്ദ്രത്തോടുള്ള പ്രതിഷേധം മാത്രമായിരുന്നു യാത്രയുടെ ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളെ ഉപദ്രവിക്കാതെ മന്ത്രിസഭ ആകമാനം അങ്ങ് ഡൽഹിയിൽ ചെന്ന് ആയിരുന്നില്ലേ പ്രതിഷേധിക്കേണ്ടിയിരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണിപ്പോൾ. ഇതെല്ലാം ഇടതുമുന്നണി പതിറ്റാണ്ടുകളായി പയറ്റുന്ന സ്ഥിരം തന്ത്രം തന്നെയാണ്. അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിത ജീവിതം ഉണ്ടാകുന്നത് എന്ന മിഥ്യാബോധം സൃഷ്ടിച്ചെടുക്കുക. അങ്ങനെ തങ്ങളുടെ ധൂർത്തിനെയും അഴിമതിയെയും മറച്ചു പിടിക്കുക. പക്ഷേ ചോദ്യം ഇതാണ്, അങ്ങനെ ചെയ്യണമെങ്കിൽ മണ്ഡല അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാരിനെ കുറെ ആക്ഷേപിച്ച് അണികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കണ്ണിൽ പൊടിയിട്ടാൽ പോരായിരുന്നോ? അതിനുവേണ്ടി എന്തിനാണ് കോടികൾ മുടക്കി മണ്ഡല അടിസ്ഥാനത്തിൽ നവകേരള സദസ്സ് എന്ന സ്തുതിപാടൽ മാമാങ്കം നടത്തിയത്? ബന്ദികളെ പോലെ 20 മന്ത്രിമാരും സംഘത്തലവനായി മുഖ്യമന്ത്രിയും ചേർന്ന് ഇനി ക്രിസ്തുമസ് തലേന്ന് നാടിളക്കി യാത്രയുടെ കൊട്ടിക്കലാശം തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ എന്ത് നേട്ടമാണ് ഈ യാത്ര നേടിക്കൊടുത്തത് എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇനി മുഖം മിനുക്കാൻ ഇറങ്ങിയ സർക്കാരിനാകട്ടെ വലിയ മാനനഷ്ടമാണ് ഈ യാത്ര ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്.